ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ ഒരു പൊരിഞ്ഞ അടി നടന്നിട്ടുള്ളത് ഈ ഒരു കാരമൽ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ്. ബിഗ് ബോസ് കാണുന്നവരുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാനൊരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയുടെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും പാടായിരിക്കും. അതുപോലെ മാവ് ലൂസായിട്ട് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1.25 കപ്പോളം വെള്ളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തേങ്ങയുടെ അളവിനനുസരിച്ചൊക്കെ വെള്ളത്തിൻ്റെ അളവ് മാറാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം നമ്മൾ ഈ ഒരു ദോശ പരത്തി കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര നന്നായിട്ട് തന്നെ എല്ലാ വശത്തേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഓയിലും കൂടെ തൂവി കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ഓയിലോ നെയ്യൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ച ശേഷമാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് കാരമലൈസ് ആയിട്ട് വരട്ടെ. അതുപോലെ തന്നെ ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ഇതുപോലെ ഇത് മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കറിയൊന്നും വേണ്ടാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്